ഈ ആശാ വർക്കർമാരുടെ സമരത്തെ പറ്റി എല്ലാ ദിവസവും വീഡിയോ ചെയ്യേണ്ടുന്ന ഒരു അവസ്ഥയാണ്. ഇതിൻ്റെ സാഹചര്യം നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാമല്ലോ. അപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കാര്യങ്ങൾ വെച്ചിട്ട് അന്നന്ന്, കാരണം ഈ ഒരു സമരം തുടങ്ങിയ പശ്ചാത്തലവും അതിൻ്റെ രീതികളും ഓരോ ദിവസവും പുറത്തു വരുന്ന കാര്യങ്ങളും ഇതൊരു അജണ്ട സെറ്റ് ചെയ്ത സമരമാണെന്ന് ഞങ്ങൾ പറഞ്ഞതും, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ സാധൂകരിക്കുന്ന കാര്യങ്ങൾ പിന്നീട് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ ഞങ്ങളുടെ നിലപാട് തെറ്റിയിട്ടില്ല എന്ന് ഞങ്ങൾക്ക് നല്ല നല്ല ധാരണയുണ്ട്, വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ഇതേപ്പറ്റി നമുക്ക് വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. ഈ സമരത്തെ ജീവശ്വാസം കൊടുത്ത് നിലനിർത്തുന്നത് മാപ്രകളാണെന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അത് ഇന്നും മാപ്രകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് മലയാളത്തിൻ്റെ സുപ്രഭാതം മുതൽ ഇങ്ങോട്ട്. ആരാണ് മലയാളത്തിൻ്റെ സുപ്രഭാതം? മലയാള മനോരമ. മലയാള മനോരമ ഇന്ന് ചെയ്തത് എന്താണ്? ഒരേ വിഷയത്തിലെ 2 റിപ്പോർട്ടുകൾ, 2 സ്റ്റോറികൾ, 2 എഡിഷനിൽ രണ്ടായിട്ട്. ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് മനോരമയുടെ ജേർണലിസ്റ്റ് ശൈലിയാണ് ഓർമ്മ വരുന്നത്, മാധ്യമ ശൈലി. അതൊരു രീതിയാണ്, ഒരു കോട്ടയം രീതിയാണത്. എന്താണ്? മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇറാഖ് യുദ്ധകാലത്ത് തെക്കൻ കേരളത്തിൽ പുറത്തിറക്കിയ മനോരമയുടെ എഡിഷനുകളിൽ സദാം ഹുസൈൻ എതിരായിട്ടും വടക്കൻ കേരളത്തിൽ മലബാറിലും മലപ്പുറത്തുമൊക്കെ ഇറങ്ങിയ മനോരമയിൽ സദാം ഹുസൈന് അനുകൂലമായിട്ടും വാർത്ത കൊടുത്ത ഒരു അസാമാന്യ പത്രമാണ് മലയാള മനോരമ. മെയിൻ സ്റ്റോറി അടക്കം യുദ്ധം നടക്കുന്ന സമയത്ത് കാര്യം പിടികിട്ടിയല്ലോ, അതിൻ്റെ പിന്നിലുള്ള ലോജിക്ക് എന്താണെന്ന്, അതിൻ്റെ പിന്നിലുള്ള കെമിസ്ട്രി എന്താണെന്ന് പിടികിട്ടിയല്ലോ. അതാണ് മനോരമയുടെ മാധ്യമ ധർമ്മം എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. ഇപ്പോഴും അത് തന്നെയാണ് ആശാസമരത്തിൻ്റെ കാര്യത്തിൽ. ഇന്നിറങ്ങിയ തിരുവനന്തപുരത്തെ സുപ്രഭാതം, മലയാളത്തിൻ്റെ സുപ്രഭാതത്തിൽ അതിൻ്റെ ഹെഡിങ്ങിൻ്റെ ഇടതിനെ പൊള്ളിച്ച് ആശമാർക്കാരുടെ ഇടത് പൊള്ളി ഉരുകി നിൽക്കുകയാണ്. പക്ഷെ സ്റ്റോറി താഴോട്ട് വായിക്കുമ്പോൾ ഈ പൊള്ളി ഉരുകുന്നൊന്നും കാണുന്നുമില്ല. അത് തിരുവനന്തപുരം ഡേറ്റ് ലൈൻ സ്റ്റോറി അങ്ങനെയാണ്. എന്നാൽ ചെന്നൈ ഡേറ്റ് ലൈനിൽ ഒരു സ്റ്റോറിയുണ്ട് മാഹിയെക്കുറിച്ച്. പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശം, പഴയ പോണ്ടിച്ചേരി, ഇപ്പോഴത്തെ പുതുച്ചേരി, അതിന് കീഴിലാണല്ലോ മാഹി പ്രദേശം, കേന്ദ്ര ഭരണ പ്രദേശം. അപ്പോൾ മാഹി ഉൾപ്പെടെ പുതുച്ചേരിയിൽ ആശാ വർക്കർമാർക്ക് 18,000 രൂപ മുതൽ ഇനി കൊടുക്കുമെന്ന് പുതുച്ചേരി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. വലിയ തുകയാണ്. കേരളം പോലും 13,200 കൊടുക്കുന്നുള്ളൂ. 18,000 കൊടുക്കുന്നു. വലിയ ഹെഡിങ്ങിൽ അവിടുത്തെ കണ്ണൂർ എഡിഷൻ്റെ വാർത്തയാണ്, മാഹിയിൽ വരുന്ന പത്രം. ഈ ഉള്ളി തെളിച്ചു പോലെ സ്റ്റോറി വായിച്ചു വരുമ്പോൾ കാര്യങ്ങളുടെ ഗതി എന്താണെന്ന് മനസ്സിലാക്കണം. അതായത് ഈ 18,000 ആക്കി ഉയർത്തിയത് ഇപ്പോൾ കൊടുക്കുന്നത് ആദ്യം 3,000 ആയിരുന്നു, പിന്നെ അത് 7,000 ആക്കി പുതുച്ചേരി സർക്കാർ. ഈ 7,000 ആക്കിയിട്ട് ഈ 7,000 ഈ കൂട്ടിയത്, ഈ 3,000 കഴിഞ്ഞ് കൂട്ടിയ 7,000, അങ്ങനെ 10,000. പക്ഷേ ഈ 7,000 പലപ്പോഴും കൃത്യമായിട്ട് കിട്ടുന്നില്ല ആശമാർക്ക്. ആ ഗവൺമെന്റാണ് ഇപ്പം അത് 18,000 ആക്കിയത്. അപ്പം ഇതിനകത്ത് ആശങ്ക വെക്കുകയാണ്, ഈ 18,000 ആക്കിയത് ഇപ്പം 7,000 തന്നെ കൂട്ടിയത് കൃത്യമായിട്ട് കൊടുക്കുന്നില്ല. പിന്നെ അതിൽ നിന്നും 18,000, 10,000 8,000 കൂടെ അധികം കൊടുക്കണമെങ്കിൽ ഈ സർക്കാർ, പുതുച്ചേരി സർക്കാർ എങ്ങനെ കൊടുക്കും? ആ ആശങ്കയും ന്യൂസ് സ്റ്റോറി പങ്കുവയ്ക്കുന്നുണ്ട് കണ്ണൂർ എഡിഷനിൽ. ഈ മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞെങ്കിലും ഉത്തരവ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അത് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അടുത്ത മാസം മുതൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഉത്തരവ് പോലും ഇറക്കിയിട്ടില്ല. ഗവൺമെന്റ് ഓർഡർ ഇറങ്ങാതെ ഇത് 18,000 കിട്ടുമോ ആശാ വർക്കർമാർക്ക്? ഇനി അതിന്റെ ബാക്കി കാര്യങ്ങൾ. മാഹിയിൽ എത്ര ആശാ വർക്കർമാരുണ്ട്? മാഹിയിൽ ആകെ 15 പേർ. 15 ആശാ വർക്കർമാരാണ് ആകെ മാഹിയിലുള്ളത്. പുതുച്ചേരി മുഴുവൻ എടുത്താലോ? തമിഴ്നാട്ടിലെ പുതുച്ചേരി മുഴുവൻ എടുത്താൽ ആകെ ഈ മാഹിയിലെ 15 പേർ ഉൾപ്പെടെ ആകെ ആശാ വർക്കർമാരുടെ എണ്ണം പുതുച്ചേരിയിൽ 328 പേർ. കേരളത്തിൽ 26,125 പേരുണ്ട്. അപ്പൊ 26,125 പേർക്ക് ആശാ വർക്കർമാർക്ക് 1,000 ഉറുപ്പിക വെച്ച് തന്നെ പിണറായി സർക്കാർ കൂട്ടിയാൽ തന്നെ ഒരു വർഷം കോടികൾ കൊടുക്കേണ്ടി വരും അഡീഷണൽ. പുതുച്ചേരി സർക്കാർ 18,000 ആക്കിയാൽ ആകെ 328 പേർക്ക് കൊടുത്താൽ മതി. വലിയ കോടികളൊന്നും വരത്തില്ല. ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണ് സംസാരിക്കുന്നത് മാധ്യമങ്ങൾ. അപ്പോൾ എങ്ങനെ കേരളത്തിൽ 26,125 ആശാ വർക്കർമാരുണ്ടായി? അത് കേരളം കൃത്യമായ ഡാറ്റ ശേഖരിച്ചിട്ട് ആശാ വർക്കർമാരെ റിക്രൂട്ട് ചെയ്തിട്ട് കേന്ദ്ര പദ്ധതി ആവിഷ്കരിച്ചതനുസരിച്ച് പരമാവധി ആൾക്കാർക്ക് പ്രയോജനം കിട്ടുന്ന ഒരു സ്കീം കേരളത്തിൽ നടപ്പാക്കി. അതുകൊണ്ടാണ് ഇത്രയും ആശാ വർക്കർമാർ കേരളത്തിലുള്ളത്.
അതാണ് കേരള സർക്കാരിന്റെ സാമൂഹികക്ഷേമ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അപ്പോ സമരം ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണമായിരുന്നു? ഇപ്പൊ എന്താ, പല സംസ്ഥാനങ്ങളിലും ആശാവർക്കർമാർ കൂടുതൽ ഓണററി ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്നുണ്ട്, സത്യമാണ്. പക്ഷെ അവിടേക്കൊക്കെ നമ്മൾ കാണുന്ന ബാനർ, മുദ്രാവാക്യം സ്റ്റേറ്റ് സർക്കാരിന് എതിരെ മാത്രമല്ല, കേന്ദ്രത്തിന് എതിരെ കൂടിയാണ്. കേരളത്തിൽ മാത്രം കേന്ദ്രത്തെ തൊടില്ല, കേന്ദ്രത്തിനെതിരെ ഒരു ബാനറുമില്ല, ഒരു മുദ്രാവാക്യമില്ല, എല്ലാം കേരളത്തിനെതിരെ, പിണറായി സർക്കാരിനെതിരെ. അവിടെയാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് രാഷ്ട്രീയ അജണ്ടയാണ്, ഇത് മഴവിൽ സഖ്യമാണ്. അപ്പൊ ഈ സമരം ഉദ്ദേശ ലക്ഷ്യം ആശാവർക്കർമാരുടെ ക്ഷേമമല്ല, മറ്റെന്തോ ആണെന്ന് കൃത്യമായിട്ട് തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നത്, ഈ നിലപാടിനെ എതിർക്കുന്നത്. ഇപ്പൊ വേണ്ടത് എന്താണ്? ഇലക്ഷൻ, പഞ്ചായത്ത് ഇലക്ഷൻ നവംബറിൽ നടക്കണം. പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷൻ, തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ നടക്കണം. ആ നവംബർ വരെ ഇതെങ്ങനെ നീട്ടി കൊണ്ടുപോയിട്ട് ഒരു സഹതാപ തരംഗം ഉണ്ടാക്കിയിട്ട് പിണറായി സർക്കാരിനെതിരെ ഒരു അജണ്ട സെറ്റ് ചെയ്യുക. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ പൊതുസമൂഹത്തെ അറിയിക്കാൻ മുഖ്യധാര മാധ്യമങ്ങൾ, മാപ്രകൾ തയ്യാറല്ല. കാരണം മാപ്രകൾ ഇതിന് ചൂട്ടുപിടിക്കുന്നവരാണ് ഈ സമരത്തിന്, പിണറായി സർക്കാരിനെതിരെ, LDFനെതിരെ. അവർ സത്യം വിളിച്ചു പറയുമോ, ജനങ്ങളോട് പറയുമോ? പിന്നെ ഞങ്ങളെപ്പോലുള്ള സോഷ്യൽ മീഡിയ തന്നെ പറയേണ്ടി വരുന്നു. അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഞങ്ങളുടെ ദൗത്യമാണ്, ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതാണ് ഇന്നലെ ഇന്നും ഒക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ ഈ സമരത്തിന്റെ അർത്ഥശൂന്യത പൊളിച്ചെടുക്കുന്നത്. ചെയ്യേണ്ടിയിരുന്നത് ആശാ വർക്കേഴ്സ് സമര സഹായ സമിതിയുടെ വിലയിരുത്തൽ നമ്മൾ കണ്ടല്ലോ. ഈ സമരം കേരളത്തിനും കേന്ദ്രത്തിനും എതിരെ ഒരുമിച്ച് ചെയ്യണമായിരുന്നു. കേന്ദ്രത്തിൽ ഉള്ള ഭരിക്കുന്ന കക്ഷികളെ ക്ഷണിച്ചു വരുത്തി പ്രസംഗിപ്പിക്കാം, സുരേഷ് ഗോപിയെ ക്ഷണിച്ചു വരുത്താം, മറ്റുള്ളവരെ ക്ഷണിച്ചു വരുത്താം, കോൺഗ്രസ്സുകാരെ ക്ഷണിച്ചു വരുത്താം. കേന്ദ്രത്തിനെതിരെ ഒന്നും മിണ്ടത്തില്ല. ഈ രാഷ്ട്രീയം ഉണ്ടല്ലോ, ഒരു ആശാ വർക്കർമാരുടെ പേരും പറഞ്ഞ് കളിക്കുന്ന ഈ നാറിയ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് പല പ്രേക്ഷകരും വന്ന് നമ്മളെ ചീത്ത വിളിക്കുന്നുണ്ട്. നമ്മൾ ചീത്ത വിളിക്കുന്നതിനെയും പ്രശംസിക്കുന്നതിനെയും ഒരേപോലെ സ്വീകരിക്കും. ഒരു കാര്യം പറയട്ടെ, ഈ സമരം നയിക്കുന്ന സൂസിമാരോടുമാരെക്കാളും മിനിയേക്കാളും അവരുടെ ഭർത്താവ് ഷാജർ ഖാനേക്കാളും ഒക്കെ ഞങ്ങൾക്ക് മനുഷ്യത്വപ്പറ്റും പിന്നെ ആശാവർക്കർമാരുടെ കരുണയും സ്നേഹമുള്ളവരാ ഞങ്ങളൊക്കെ. ഞങ്ങളാരും അവരെ വിറ്റ് കാശാക്കുന്നില്ല. പക്ഷെ ആശമാർ അറിയേണ്ടത്, നിങ്ങളെ വിറ്റ് കാശാക്കുന്നവരാണ് നിങ്ങളുടെ സമരത്തിന്റെ നേതാക്കൾ എന്ന് ആശാവർക്കർമാർ തിരിച്ചറിയണം. അതുകൊണ്ട് തിരിച്ചറിഞ്ഞ പലരും പന്തൽ വിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒരു ആശാവർക്കർ സമരത്തിന്റെ ഭാഗത്തുള്ള ഒരു സ്ത്രീ മറ്റൊരാളെ വിളിച്ചിട്ട് സമരത്തിന് വരണം, കാശ് വേണേ മിനി ചേച്ചിയുടെ ഇന്ന് വാങ്ങിച്ചു തരാമെന്ന് പറയുന്നത്. അപ്പൊ കാശുണ്ട്, സമരത്തിന് ആളെ വേണം, അതാണ് പ്രശ്നം. ഇപ്പൊ ആളൊഴിഞ്ഞു പോന്നു. പിന്നെ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നുണ്ട്, കോഴിക്കോട്ടും കൊച്ചിയിലും അവിടെ ഇവിടെയൊക്കെ. ഇതൊക്കെ ഒരു നാടകമാണ്. അതിൽ ചില പ്രമുഖരെ വിളിച്ച് പങ്കെടുപ്പിക്കുക. അവര് ഇതൊന്നും മനസ്സിലാക്കാതെ വന്ന് പ്രസംഗിക്കുന്നവരുണ്ടാവും, എഴുത്തുകാരും കലാകാരന്മാരും ഒക്കെ. അവരൊന്ന് ഈ സത്യം എത്ര പേര് അന്വേഷിക്കുന്നു? വന്നു അവരെ ക്ഷണിക്കുന്നു, അവർ വന്നു. ആശമാരയ്യോ പാവങ്ങൾ, അവർക്ക് വേണ്ടി 4 വാചകം പറയാം എന്ന് നിഷ്കളങ്ക മനസ്സോടെ വന്നിട്ട് ഇതിൽ പെടുന്നവരുണ്ട്. എഴുത്തുകാരും അറിയപ്പെടുന്ന മറ്റുള്ളവരും ഒക്കെ, സെലിബ്രിറ്റികളൊക്കെ ഉണ്ട്. അപ്പോ ഇതൊരു കനകോലു ടീമിന്റെ ഒരു അജണ്ടയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. കോൺഗ്രസ് ഇതിന്റെ പിന്നിലുണ്ട്. കനകോലുവാണ് ഇപ്പം തദ്ദേശ സ്വയംഭരണത്തിനെതിരെ പിന്നെ ആനുകൂല്യം 1500 കൊടുക്കാനുള്ള അജണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അതിന്റെ കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇത് കൊടുക്കാൻ കഴിയില്ല. ഈ തനത് ഫണ്ട്, പ്ലാൻ ഫണ്ട്, 2 ഫണ്ടുകളാണ് പഞ്ചായത്തുകൾക്കുള്ളത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ. ഈ ഇപ്പൊ എന്താ പറഞ്ഞിരിക്കുന്ന യു ഡി എഫ് ഭരിക്കുന്ന 30% പഞ്ചായത്തുകളിൽ, അല്ല BJP ഭരിക്കുന്ന ചില ചുരുക്കം പഞ്ചായത്തുകളിൽ ആശാമാർക്ക് 1500, 2000 രൂപ ഞങ്ങൾ അടുത്ത മാസം മുതൽ കൂട്ടിക്കൊടുക്കാൻ പോവാണ് പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന്. എങ്ങനെ കൊടുക്കാൻ കഴിയില്ല. ഇത് മറ്റൊരു രാഷ്ട്രീയ നാടകമാണ്. അതുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ പ്രേക്ഷകർ ഇത് മനസ്സിലാക്കത്തില്ല. എന്താണ് ഒരു പഞ്ചായത്തിന്, അല്ലെ മുനിസിപ്പാലിറ്റി, അല്ലെ കോർപ്പറേഷന് വരുമാന മാർഗം 2ആണ്. ഒന്ന് പ്ലാൻ ഫണ്ട്, 2 തനത് ഫണ്ട്. പ്ലാൻ ഫണ്ട് എന്താണ്? പഞ്ചായത്തി രാജ് ആക്ട് പ്രകാരം, നിയമപ്രകാരം പാർലമെന്റ് പാസ്സാക്കിയ 73ാം ഭരണഘടനാ ഭേദഗതി 1992, അത് പ്രകാരം 1996 കേരളത്തിൽ ജനകീയാസൂത്രണം നടപ്പാക്കി. അങ്ങനെയാണ് അധികാര വികേന്ദ്രീകരണം, അധികാരങ്ങളും സമ്പത്തും പഞ്ചായത്തുകളിലേക്ക്, ത്രിതല പഞ്ചായത്തുകളിലേക്ക് കൈമാറുക, ഭൂരിപക്ഷം പണവും. എന്നിട്ട് ഗ്രാസ് റൂട്ട് വികസനം, ജനകീയ ആസൂത്രണം, അതാണ്. അവിടെയാണ് പ്ലാൻ ഫണ്ട്. ഈ പ്ലാൻ ഫണ്ട് ചെലവഴിക്കണമെങ്കിൽ വകമാറ്റി ആശമാർക്ക് കൊടുക്കാൻ കഴിയത്തില്ല. ഇതറിയാത്തവരല്ലല്ലോ കോൺഗ്രസ്സുകാർ, UDFക്കാർ. അറിയാം. പിന്നെന്താ ലക്ഷ്യം? പിണറായി സർക്കാരിനെ പൊതുജന മധ്യത്തിൽ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കുക. അതായത് കണ്ടോ, ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സർക്കാർ അനുവദിക്കുന്നില്ല. പിണറായി സർക്കാർ ഇതാ ഞങ്ങളെ ദ്രോഹിക്കുകയല്ലേ. ഇതൊരു വലിയ രാഷ്ട്രീയ നാടകമാണെന്ന് LDF തിരിച്ചറിയണം. ഇനി പ്ലാൻ ഫണ്ടിന്റെ അതാണ് തനത് ഫണ്ട്. തനത് ഫണ്ട് വകമാറ്റി ചെലവഴിക്കാൻ പറ്റത്തില്ല, ഒരു പഞ്ചായത്ത് സെക്രട്ടറിക്ക് ചെയ്യാൻ പറ്റത്തില്ല.
കഴിയണമെങ്കിൽ പാർലമെന്റ് പാസ്സാക്കിയ നിയമം മാറ്റണം, അല്ലെ സ്റ്റേറ്റ് ഗവൺമെന്റ് അതിനകത്ത് ഇളവ് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുവരണം, അല്ലാതെ നടക്കത്തില്ല. ഇനി തനത് ഫണ്ട് വരുമാനം എന്തൊക്കെയാണ് പഞ്ചായത്തിലുള്ളത് നമുക്കറിയാം. തനത് ഫണ്ട് എന്ന് പറഞ്ഞാൽ കെട്ടിട നികുതി. അതായത് തനത് ഫണ്ട് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സംസ്ഥാന സർക്കാർ തരുന്ന പ്ലാൻ ഫണ്ട് കൂടാതെ ഒരു പഞ്ചായത്തിനോ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനോ സ്വയമേ അവരുടെ പരിധിയിൽ, അവരുടെ പ്രാദേശിക പരിധിയിൽ, അവരുടെ പ്രദേശത്തു നിന്ന് അവർക്ക് കിട്ടുന്ന വരുമാനമാണ്. അത് നികുതി വരുമാനമുണ്ട്, പല ഫീസുണ്ട്, എന്റർടൈൻമെന്റ് ഫീസുണ്ട്. ഇപ്പൊ സിനിമാ തിയേറ്റർ ഉണ്ടെങ്കിൽ വിനോദ നികുതി നേരെ പഞ്ചായത്തിന് കിട്ടും, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് കിട്ടും. അതുപോലെ മറ്റ് ആഡംബര പരിപാടികളുണ്ടെങ്കിൽ അതിന്റെ വിനോദ നികുതിയോ ടാക്സോ കിട്ടും. ഇങ്ങനെയുള്ള വരുമാനമാണ് തനത് വരുമാനം. അതൊരു വലിയ തുകയൊന്നും വരത്തില്ല. പ്ലാൻ ഫണ്ടിന്റെയൊക്കെ വളരെ ചെറിയൊരു തുകയാണ് തനത് വരുമാനം. അപ്പൊ അതിലെന്തൊക്കെയാണ് വരുന്നത്? കെട്ടിട നികുതി, തൊഴിൽ നികുതി, പരസ്യ ഫീസ്, നിർമ്മാണ പെർമിറ്റ് ഫീസ്, കെട്ടിട നിർമ്മാണത്തിലുള്ള പെർമിറ്റ് ഫീസ്, പിന്നെ വിനോദ നികുതി, മറ്റ് അപേക്ഷാ ഫീസുകൾ, ഓരോ അപേക്ഷ കൊടുക്കുന്നതിനുള്ള ഫീസുകൾ. ഇതൊക്കെയാണ് പഞ്ചായത്തിന് കിട്ടുന്ന തനത് വരുമാനം. ഇതും വകമാറ്റി ചെലവഴിക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് അധികാരമില്ല. ഭരണസമിതി അങ്ങനെ തീരുമാനമെടുത്താലും നടപ്പാക്കാൻ സെക്രട്ടറിക്ക് അധികാരമില്ല. അങ്ങനെ ഇല്ലാത്ത അധികാരമാണ് പ്രയോഗിച്ച് അയാൾക്ക് പെൻഷൻ കിട്ടത്തില്ല. ഈ വസ്തുത കൂടി പറയാതെ ഈ കനകൂലു പരിപാടി നമ്മൾ പൊളിച്ചടുക്കിയില്ലെങ്കിലുണ്ടല്ലോ, ഇത് ഇടതുപക്ഷ ഗവൺമെന്റ്, പിണറായി സർക്കാർ വളരെ ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ്. ഇത് ഈ നാടകം, രാഷ്ട്രീയ നാടകം, എങ്ങനെ ജനങ്ങളെ, പൊതുസമൂഹത്തെ LDF സർക്കാരിനെതിരെ തിരിക്കാമെന്നുള്ള ലാസ്റ്റ് അജണ്ടയാണ് കനകൂലു അജണ്ട. പഞ്ചായത്തിൽ നിന്ന് ആശാവർക്കർമാർക്ക് കൊടുക്കുക. നടക്കാത്ത കാര്യമാണ് പറയുന്നത്. നിയമപ്രകാരം ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഇവർ ചെയ്യുമെന്ന് പറയുന്നത്. പിന്നെ എങ്ങനെ നടപ്പാക്കും? തട്ടിപ്പാണ്, രാഷ്ട്രീയ തട്ടിപ്പ്.